1984 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. എം.ടി. വാസുദേവൻ നായർ കഥ, തിരക്കഥ എന്നിവ എഴുതി ഐ.വി. ശശി സംവിധാനം ചെയ്ത മനോഹരമായ ഒരു സിനിമയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. മോഹൻലാൽ, മമ്മൂട്ടി, സീമ, ബാലൻ കെ നായർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ശ്യാം. ഇതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ മോഹൻലാൽ അനിൽകുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. സീമ അമ്മുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ബാലൻ കെ നായർ മാധവൻ മാഷ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. രാജൻ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നു. അതുപോലെ രാജൻ്റെ ഭാര്യയായി ഉണ്ണിമേരി അഭിനയിക്കുന്നു, അതായത് നളിനി എന്ന കഥാപാത്രത്തിന്. മാധവൻ മാഷായി ബാലൻ കെ നായർ, അതുപോലെ തന്നെ ലാലു അലക്സ്, ജനാർദ്ദനൻ, അടൂർ ഭാസി, ജലജ, സുകുമാരി, കുതിരവട്ടം പപ്പു തുടങ്ങിയ ഒരു നല്ല താരനിര തന്നെ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അതായത് ഐ.വി. ശശിയുടെ എക്കാലത്തെയും മനോഹരമായ ഒരു ചലച്ചിത്രമാണിത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു കഥയാണ്. കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ അതിനനുസരിച്ചാണ്. ഗ്രാമീണ പശ്ചാത്തലമാണ് കൂടുതൽ ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, ഇവരുടെ അച്ഛൻ മാധവൻ മാഷിന് സുഖമില്ലാതെ അത്യാസന്ന നിലയിൽ കിടക്കയിൽ കിടക്കുകയാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് വരുന്നത്, അതായത് 1984 പിക്ചറാണ്. ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ തിരക്കുകൾ മനുഷ്യർക്കുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അച്ഛന് സുഖമില്ലാതെ അത്യാസന്ന നിലയിൽ കിടക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്ന കാര്യസ്ഥനാണ് മക്കളെയെല്ലാം ഓരോരുത്തരെയും വിവരം അറിയിക്കുന്നു. എല്ലാ മക്കളും അച്ഛനെ കാണുവാനായിട്ട് എത്തുന്ന കാര്യമാണ്. അപ്പോൾ എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില അസൗകര്യങ്ങൾ, അവർ പെൺമക്കളാണെങ്കിൽ ഭർത്താക്കന്മാർ, മക്കൾ, അവരുടെ എല്ലാം ചുമതല. പിന്നെ അവർക്കൊരു മകനാണുള്ളത്. അതാണ് രാജനാണ് മമ്മൂട്ടിയാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകളിൽ നിന്നാണ് മക്കൾ അച്ഛനെ കാണുവാൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ മരിക്കാറായി, അത്യാസന്ന നിലയിലാണ്, അച്ഛൻ അനങ്ങുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്തൊക്കെ മക്കളിരുന്ന് ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ മക്കളുടെ ആവശ്യം, അച്ഛൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അച്ഛനൊന്നും മരിച്ചിരുന്നെങ്കിൽ നമുക്ക് ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ടങ്ങ് പോകാമായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വരണ്ടായല്ലോ എന്നാണ്. പക്ഷേ അച്ഛൻ മരിക്കുന്നില്ല. കഥയുടെ അവസാനം വരെ അച്ഛൻ മരിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇതിൽ കുതിരവട്ടം പപ്പു നല്ല ഒരു ഹാസ്യ റോള് തന്നെയാണ്. അച്ഛന് മരിക്കുമ്പോൾ സംസ്കരിക്കുവാനുള്ള മാവ് വെട്ടുന്നതിനും ഓരോ നിമിഷവും അച്ഛൻ മാഷ് മരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം മരിക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് തന്നെ തീരും എന്ന് വയ്യാത്തവരെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു നമ്മുടെ നാടൻ രീതി. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ളതൊരു നല്ല പ്രണയം ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ വലിയ പ്രണയമായിട്ടൊന്നും ഇതിൽ അവരെ പ്രണയരംഗങ്ങളൊന്നും കാണിക്കുന്നില്ല. എങ്കിലും കുറച്ച് ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് രാജനും അമ്മുക്കുട്ടിയും തമ്മിൽ അവർ മുറപ്പെണ്ണും മുറച്ചെറുക്കനുമാണ്. അപ്പോൾ അവരുടെ രാജൻ്റെ വീട്ടിൽ അമ്മുക്കുട്ടിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. ഇവരുടെ വീട്ടിൽ വന്ന് കഴിയുന്നൊരു ടീച്ചറാണ്, എലിമെൻ്ററി സ്കൂളിലെ അധ്യാപികയാണ്. അപ്പോൾ രാജൻ്റെ കുടുംബത്തിന് വലിയ സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ രാജന് ഹയർ സ്റ്റഡീസിന് പോകുവാനുള്ള പൈസ മുടക്കുന്നത് ഈ അമ്മുക്കുട്ടിയാണ്. പക്ഷേ പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മകൻ ജോലി കിട്ടുന്ന കമ്പനിയുടെ മാനേജറുടെ മകളെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരുന്നു. അതാണ് കഥയുടെ ഒരു ഗതി. പക്ഷേ അവളൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ലേഡിയാണെങ്കിൽ പോലും പഠിക്കുവാൻ മിടുക്കിയാണ്. വിദേശത്ത് പോകുവാൻ, അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകുവാനൊക്കെ ഫെലോഷിപ്പോടുകൂടി പോകുവാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ചില തർക്കങ്ങളും ഒക്കെ ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
ഒടുവിൽ അവർ നാട്ടിൽ വരുമ്പോൾ അമ്മുക്കുട്ടിയെ കാണുന്നതും പരിചയപ്പെടുന്നതും അമ്മുക്കുട്ടിയെക്കുറിച്ചുള്ള ഒരു തർക്കവും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ അനിൽ വിവാഹം കഴിക്കുന്നുണ്ട്. മോഹൻലാലാണ് അനിലായിട്ട് വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാജൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവസാനം രാജനോട് പിണങ്ങി പോകുന്നതാണ് അനിൽ. ഇതാണ് കഥയുടെ രീതി.